News from Kerala. Student hits out at the Catholic school here. Kerala student in a hijab row spoken out. Student says was asked to remove hijab. Allowed in after I removed my hijab is what the student has said. ഞാൻ ഇവിടെ എനിക്ക് സ്കൂളിൽ ചോദിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അവിടെ ആ ഗേറ്റിന്റെ കുറച്ച് നീങ്ങിയിട്ട് ടീച്ചർക്ക് ഷോൾ ഒരിക്കും. ഷോൾ ഒരിച്ചിട്ട് ക്ലാസ്സിൽ കയറുള്ളൂ, അല്ലാണ്ട് ഷോൾ ഇടാണ്ട് കയറാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞത് ക്ലാസ്സിൽ നിന്ന് ഒരിപ്പിച്ചിട്ടാണ് ഇറക്കിയത്. പിന്നെ ടീച്ചേഴ്സ് ഈ അനാവശ്യമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു, വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞു, അങ്ങനെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞു. Be with us, Ramu. The school had also been shut down for 2 days after this controversy erupted. Talk to us about what the school has now said in defense and what are the parents now saying as well. Sneha, there are like two parts to the particular story. The one thing we've come to know from the statement of this Latin Christian church is that the school is that it's a CBSE school and they have declared the holiday for 2 days, claiming that several staffs, be it teaching and non-teaching staffs, have undergone several kind of mental agony because of this. Many have taken leave. But however, the BJP has gone forward and they claim that this particular issue was blown out of proportion after the involvement of STPI leaders in this particular issue. And the school has almost 113 Muslim students who are studying over there. And because of this only, it has turned out to be a huge issue. While the Kerala government is taking a balanced view on this matter, claiming that the school does not have the authority to dictate what kind of dress code should be worn. But at the same time, the children will also have to respect the school's uniform principles. And the Kerala government, the minister says that Kerala cannot, it's his lines where he says that Kerala cannot be like any other state where such an issue, the dress code becomes problematic. But at the same time, now we also have this child who has come forward and said that like she was wearing hijab, but she was stopped and unnecessary comments were passed. And that turned out to this, led to this issue, Sneha. Pramod Madhav getting in those details. Listening now to what V. Siva Kutty, Education Minister of Kerala, had to say on this entire controversy. വേറെ ഒന്ന് രണ്ട് ഇതേപോലെയുള്ള സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാകും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. അതൊരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുമെന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. കാരണം നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂളിൽ യൂണിഫോമും വസ്ത്രവും ഇട്ടുള്ള അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനിശ്ചിതകാലത്തേക്ക് ഇതിൻ്റെ തിരിച്ചിട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്വതയോടെ പെരുമാറണമായിരുന്നു. STP നേതൃത്വത്തിലാണ് ഇവിടെ നടന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ STP ആണ് നേതൃത്വം കൊടുത്തത്. നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാട്. ഒരു കുട്ടി ഹിജാബ് ധരിക്കുന്നതിന് ഒരു തെറ്റില്ല, യാതൊരു തെറ്റില്ല. പക്ഷെ ഇവിടെ 117 കുട്ടികൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിനൊരു ഡ്രസ് കോഡുണ്ട്, അത് പാലിക്കണമെന്ന് എല്ലാവർക്കും ഉള്ളൊരു നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് അത് കോടതിയും സർക്കാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ അവരുടെ യൂണിഫോം ധരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ STPയുടെ ആളുകൾ വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സിസ്റ്റർമാരും അതുപോലെ അധ്യാപകരും ഭയന്നാണ് യഥാർത്ഥത്തിൽ 2 ദിവസം ഈ സ്കൂൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്.